രണ്ടാം തവണയും കാസർഗോഡ് എംപിയായി തെരഞ്ഞെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയാൻ തിരുമേനിയിൽ എത്തി. ഇന്നലെ ഉച്ചയോടെയാണ് എംപിക്ക് തിരുമേനിയിൽ സ്വീകരണം നൽകിയത്. ആലയിൽ ബാലകൃഷ്ണൻ, തങ്കച്ചൻ കാവാലം, ജോസഫ് മുള്ളമ്മട, KD പ്രവീൺ, TP ചന്ദ്രൻ, പ്രണവ് കരള എന്നിവരും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു. തിരുമേനിയിലെ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസം 26-ാം തീയതി 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് 1,649 വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി രണ്ടാമതൊരിക്കൽ കൂടി ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തതിൽ നിങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാണ് ഇപ്പം ഞാനിവിടെ വന്നത്. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മറ്റേനാൾ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദി അടക്കം 543 MPമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. അത് കഴിഞ്ഞാൽ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം സംയുക്ത സഭാ സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. നന്ദി പ്രമേയ ചർച്ചയോടുകൂടി സഭ പിരിയും. പിന്നീട് ഈ മാസം തന്നെ ബഡ്ജറ്റ് സമ്മേളനത്തിനായി സഭ വീണ്ടും സമ്മേളിക്കും. സഭാ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തണമെന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഞാനിവിടെ എത്തിച്ചേരാൻ ഇടയായി. 2019 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. 35 വർഷത്തിന് ശേഷമാണ് ഒരു UDF MPയെ 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 2019 നിങ്ങൾ വിജയിപ്പിച്ചു. ആ വിജയിപ്പിച്ച സമയത്ത് ഇടതുപക്ഷക്കാർ പറഞ്ഞു, നാട്ടുകാർക്കൊരു കയ്യബദ്ധം പറ്റി, അടുത്ത തവണ ആ കയ്യബദ്ധം തിരുത്തും. ഇത്തവണ ജനങ്ങൾക്ക് ബോധ്യമായി കാണും, ഇടതുപക്ഷത്തിനും ബോധ്യമായി കാണും, ഇതൊരു കയ്യബദ്ധമായിരുന്നില്ല. 2019 ജനങ്ങൾ മനഃപൂർവ്വമാണ് എന്നെ തെരഞ്ഞെടുത്തത്. ആ കയ്യബദ്ധമായിരുന്നെങ്കിൽ ഇപ്പൊ തിരുത്തുമായിരുന്നു. തിരുത്താത്തിടത്തോളം ജനങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരെനിക്ക് വോട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടാണ് സ്ഥിരമായി താമസിച്ചത്. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ നിലപാടുകൾ എടുത്തൊരു എംപിയാണ്. മണിപ്പൂരിലെ കുക്കി ക്രിസ്ത്യാനികളെ വംശീയ ഹത്യക്ക് പാത്രമാക്കിയപ്പോൾ പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി പ്രസ്താവന നടത്താൻ ആവശ്യപ്പെട്ട് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ച എംപിമാരിൽ ഒരാളാണ് ഞാൻ. അവർക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന മെയ്റ്റികളുടെ നടപടിയെ അപലപിച്ചുകൊണ്ടും 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസം കാസർഗോഡ് ഞാൻ സംഘടിപ്പിച്ചു. പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നത്, ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കാനാണ് എന്ന അതിശക്തമായ നിലപാടെടുത്തു. ആ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ അത് വലിച്ചു കീറി സ്പീക്കറുടെ ചേംബറിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ സ്പീക്കർ സസ്പെൻഡ് ചെയ്ത 9 MPമാരിൽ ഒരാളാണ് ഞാൻ. അംഗനവാടി ടീച്ചർമാർക്ക് വേണ്ടി, ആശാ വർക്കർമാർക്ക് വേണ്ടി, കുടുംബശ്രീക്ക് വേണ്ടി അവരെ സംസ്ഥാന ജീവനക്കാരാക്കണമെന്ന് ആദ്യമായി പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്ന MPയും ഞാനാണ്. കാസർഗോഡിന് ഒരു എയിംസ് അനുവദിക്കണം, നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ്. അതുപോലെ തന്നെ എൻഡോസൾഫാന്റെ 6,727 ഇരകൾക്ക് ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ നിലപാടെടുത്തു. മാത്രമല്ല MP ഫണ്ട് 267 ഹൈമാസ് ലൈറ്റ് നാടിന്റെ നാനാഭാഗത്ത് വിട്ടു. 16 സ്കൂളുകൾക്ക് ബസ് കൊടുത്തു. പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ 60 ലക്ഷത്തിന് വെന്റിലേറ്റർ വാങ്ങി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.